നിലമ്പൂരിലെ ചന്തക്കുന്നിലേക്കാണ്. അവിടെ ബ്രിട്ടീഷുകാർ പണിത ഒരു കൂറ്റൻ ബംഗ്ലാവ് ഉണ്ട്. ഈ ബംഗ്ലാവിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് കേട്ടോ, ഒന്ന് കാണാം. എനിക്ക് പിന്നിൽ കാണുന്ന നിലമ്പൂർ ചന്തക്കുന്നിലെ ഈ ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപ്രധാനമായ പ്രദേശത്താണ് പണിതത്. നാടുകാണി ചുരമിറങ്ങി വരുന്ന ടിപ്പു സുൽത്താനെ നിരീക്ഷിക്കാനായിട്ടാണ് ഈ ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. കാലക്രമേണ പിന്നീട് ബ്രിട്ടീഷ് ഡിയോഫോമാരുടെ ബംഗ്ലാവായിട്ടും ഇവിടെ മാറി. പിന്നീട് നിരവധി മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് അങ്ങനെ നിരവധി സിനിമകളുടെ ലൊക്കേഷനായിട്ടും ഈ ബംഗ്ലാവ് മാറി. പ്രേതങ്ങളുടെ താഴ്വര മുതൽ 1921 കാണാക്കിനാവ് അങ്ങനെ മലയാള ചിത്രങ്ങളും പിന്നീട് നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ വെച്ച് ചിത്രീകരിച്ചു. 1800 കാലഘട്ടങ്ങളിലാണ് ഇത് ബ്രിട്ടീഷുകാരോട് കൊയിലുംകാരോട് ബ്രിട്ടീഷുകാർ വാങ്ങുന്നത്. ഇതിന് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താനെ വകവരുത്തുക എന്നുള്ള ഇത് മെയിനായ കണ്ണി. അവരിവിടുന്ന് മൈലൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ അവരെ ടിപ്പു സുൽത്താൻ്റെ എല്ലാ നിരീക്ഷണങ്ങളും ഇവിടെ നിന്നാണ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്നാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. ടിഎഫോടെ മോൻ ഡിഗ്രി പഠിക്കുന്നത് മൈസൂരിലാണ് പഠിക്കുന്നത്. കുതിരവണ്ടി ഉണ്ടാവും. 6 മണിക്ക് പുറപ്പെട്ടാൽ 6 മണിക്ക് തിരിച്ചെത്തുള്ളൂ. അപ്പോൾ ഒരു അംഗരക്ഷണം കൂടുതലുണ്ടായിരുന്നു. ഇവിടുന്ന് ഇതെല്ലാം പഠിത്തം കഴിഞ്ഞ ശേഷം പുള്ളി ഇപ്പം ന്യൂയോർക്കിൽ പത്ര എഡിറ്ററാണ്. ഇപ്പം 93 വയസ്സുണ്ട് ഡിഎഫോടെ മോന്. പിന്നീട് സിനിമ ലൊക്കേഷനായിട്ട് മാറി. ഊട്ടി അതേ കാലാവസ്ഥയാണ് ഇവിടെ സ്ഥിതി. സന്ധ്യയൊക്കെ ആകുമ്പോൾ മഞ്ഞു ഇങ്ങനെ മൂടിയൊരു കാലാവസ്ഥയൊക്കെ ഉണ്ടാവും. തണുപ്പും ഒരു 3 മണി നല്ല കാറ്റാണ് ഇവിടെ. ബംഗ്ലാവിന്റെ 2ാം നിലയിലെ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അങ്ങ് നാടുകാണി ചുരം വരെ കാണാൻ പറ്റും. സാക്ഷാൽ ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്ന് നാടുകാണി ചുരം വഴി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ബ്രിട്ടീഷുകാർ ബൈനോക്കുലർ വെച്ച് നിരീക്ഷിച്ചത് ബംഗ്ലാവിന്റെ ഈ ബാൽക്കണിയിൽ നിന്നാണ്. നല്ല മനോഹരമായ കളറുകളുള്ള ഇറ്റാലിയൻ നിർമ്മിത ഗ്ലാസുകളാണ് ഈ ബംഗ്ലാവിന്റെ മറ്റൊരു പ്രത്യേകത. ഇതുണ്ടോ, നീല, മഞ്ഞ, ഇതെല്ലാം ഇറ്റാലിയൻ ഗ്ലാസുകളാണ്. അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഈ ബംഗ്ലാവ് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഗ്ലാസുകളാണിത്. നിലമ്പൂരിന്റെ ഈ പഴയ കഥകളൊക്കെ പറയാതെ എങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു പോവുക? ക്യാമറാമാൻ നിഖിൽ ജോസഫിനും സുജോയ് എഡ്വേർഡിനും ബിനീഷിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്. ബിജു പങ്കജന് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ബിജു, നിലമ്പൂരിന് തന്നെ ഒരുപാട് വലിയ ചരിത്രം പറയാനുണ്ട്. അപ്പോൾ അവിടെയുള്ള ഓരോന്നിനും അങ്ങനെ തന്നെയായിരിക്കും. ഈ ബംഗ്ലാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്, പല സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കണ്ടു പരിചയമുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ആ ബംഗ്ലാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ടല്ലേ? തീർച്ചയായും പൂജ, 10-20 ദിവസമായി ഇപ്പോൾ നിലമ്പൂരി വന്നിട്ട് തെരഞ്ഞെടുപ്പ് പരിപാടിക്കായിട്ട്. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ബോറിംഗ് പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇത്തരം ചരിത്രം ചെകയിലും ഒക്കെ ആയിട്ട് ഇറങ്ങിയത്. ഏതായാലും നിലമ്പൂരിൻ്റെ കുറേ ചരിത്രപരമായ സ്റ്റോറീസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. അതിലേറ്റവും അവസാനത്തേതാണ് ഈ ബംഗ്ലാവ്. ഈ ചന്തക്കുന്ന്, നിലമ്പൂർ ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബംഗ്ലാവ്. ചന്തക്കുന്ന് എന്ന് പറയുമ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത്. അധികം ആർക്കും അറിയില്ല. നമ്മൾ അവിടെ കൗണ്ടറിൽ, ഇപ്പോൾ അത് ഫോറസ്റ്റിൻ്റെ കീഴിൽ എക്കോ ടൂറിസത്തിൻ്റെ അധീനതയിലാണ്. കഴിഞ്ഞ 9 വർഷമായിട്ടാണ് ഷാജി എന്ന് പറയുന്ന ഗൈഡ് അവിടെയുള്ളത്. അപ്പം നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ കയറി കാണാൻ പറ്റും. അങ്ങോട്ടുള്ള ഒരു യാത്ര തന്നെ ഭയങ്കര രസമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെച്ച ഈട്ടി മരങ്ങൾ, മഹാഗണിയൊക്കെ അവിടെ ഇങ്ങനെ ഒരു കാട് പോലെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് ഈ ബംഗ്ലാവ് വെച്ചിരിക്കുന്നത്. ഈ ബ്രിട്ടീഷ് നിർമ്മിതികളൊക്കെ ഉള്ളത് തന്ത്രപ്രധാനമായ മേഖലകളിലാണ്. ഇവിടെ നമ്മൾ അവിടെ മേളിലെ ബാൽക്കണി കയറി കഴിഞ്ഞാൽ നാടുകാണി ചുരം നമുക്ക് കാണാൻ പറ്റും മഞ്ഞില്ലാത്ത സമയത്തൊക്കെ.
അപ്പോൾ ടിപ്പു സുൽത്താൻ മൈസൂരിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോയെന്നറിയാൻ പടയോട്ട കാലത്ത് ബ്രിട്ടീഷുകാർ ഇതിൻ്റെ മേളിൽ ബൈനോക്കുലർ വെച്ച് നിരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ആ കാലയളവിന് ശേഷം ബ്രിട്ടീഷ് DFOമാരാണ് അവിടെ താമസിച്ചത്. ഓൾഡ് DFO ബംഗ്ലാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത് സംബന്ധിച്ച് വിദേശത്ത് പലരും എഴുതിയ പുസ്തകങ്ങളൊക്കെയാണ്. നമുക്ക് അത്രയും പരിമിതമായ സമയത്തിനുള്ളിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇത് ഒരു സിനിമാ ലൊക്കേഷനാണ്. 1921 മുതൽ ഇപ്പോൾ ശ്രീനാഥ് ബാസിയുടെ ഒരു സിനിമ വരെ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിഖിലിൻ്റെ ഡ്രോണ് അവിടെ കയറി ചെല്ലാത്ത മുറികളൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഭയങ്കര കളർഫുള്ളാണ് അവിടുത്തെ ഗ്ലാസ്സുകൾ എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഒരുപാട് ഇടനാഴികൾ ഈ ബ്രിട്ടീഷ് നിർമ്മിതികളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഗ്ലാസ് ഭയങ്കര രസമാണ്. കാരണം ഇങ്ങനെ ലൈനായിട്ട് അതിൻ്റെ ജനലുകൾ ഇങ്ങനെ തുറന്നിടുമ്പോൾ ഭയങ്കര രസമാണ്. നിഖിൽ ജോസഫിൻ്റെ ഡ്രോൺ അതിലിങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോകും നമുക്കറിയാവുന്നു. പിന്നെ അതിൻ്റെ ഏരിയൽ ഷോട്ട് കാണുമ്പോൾ ചാലിയാറിൻ്റെ ഒരു കൈവഴി നമുക്ക് കാണാൻ പറ്റും. അപ്പുറേ സൈഡ് നാട് കാണിച്ചൊരുവാണ്. പിന്നെ അങ്ങോട്ട് കയറി ഗൂഡല്ലൂർ മൈസൂരിലേക്കാണ് പോകുന്നത്. അങ്ങനെ മനോഹരമായ നിർമ്മിതി. അതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, പക്ഷെ നമുക്കതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതിൻ്റെ മാനുവലിലെ ചരിത്രരേഖകളിലും ഒക്കെ എന്നാലും ഇത്രയും പറയുന്നതിന് അത് വലിയൊരു അറിവ് തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് വിവരങ്ങൾ കിട്ടും. എന്തായാലും നിലമ്പൂരിലേക്ക് എത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെയുള്ള അറിവുകൾ കൂടി ഞങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് മുന്നിലേക്ക് അവർ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ബിജു.